KSRTC യാത്രക്ക് ഡബിൾ ബെൽ. കണ്ണൂരിലെ സ്ത്രീകളുടെ വാക്കുകളിലുണ്ട് സന്തോഷം. നാസിയ സലീം എന്ന പേര് വളരെയധികം സന്തോഷം തോന്നുന്നുണ്ട് ഇത്തരത്തിലുള്ളൊരു പദ്ധതി ഈ ഒരു സർക്കാർ നടപ്പിലാക്കുന്നത്. ഇതുമൂലം ഒരുപാട് വിദ്യാർത്ഥികൾക്കും സ്ത്രീകൾക്കും ഒരുപാട് ഗുണങ്ങൾ നേടാനായിട്ട് സാധിക്കും. അതേപോലെ തന്നെ ഇത്തരത്തിലുള്ളൊരു പദ്ധതി നടപ്പിലാക്കിയ VDS സർക്കാരിന് ഒരുപാട് അഭിനന്ദനം. എല്ലാവർക്കും വളരെ ഉപകാരമുള്ള കാര്യമാണ്. സ്ത്രീകൾക്ക് അയക്കാനും വിദ്യാർത്ഥികൾക്ക് അയക്കാനും ഇത് വളരെ ഒരു മുതൽക്കൂട്ടായിരിക്കും. അതുപോലെ തന്നെ ഇത് തുടർന്നും കൊണ്ടുപോകണമെന്നാണ് സർക്കാരിനോട് പറയാനുള്ളത്. കേരള സർക്കാർ തന്ന വാക്ക് പാലിച്ചു. ഒരുപാട് സന്തോഷമുണ്ട്. ഇരട്ടി മധുരാണ്. UDF സർക്കാർ അധികാരത്തിൽ വന്ന ഉടനെ ഇന്ദിരാ ഗ്യാരണ്ടി 5 കാര്യങ്ങൾ പ്രഖ്യാപിക്കുമെന്ന് ഇലക്ഷന് മുമ്പ്, തെരഞ്ഞെടുപ്പിന് മുമ്പ് പ്രഖ്യാപിച്ചിട്ടുണ്ടായിരുന്നു. അത് എത്രയും പെട്ടെന്ന് സ്ത്രീകളുടെ ഈ ഒരു പദ്ധതി തന്നെ KSRTC സൗജന്യമായ യാത്ര അത് ഇന്ന് അതിൻ്റെ ഒരു ഭാഗമാകാൻ സാധിച്ചതിൽ പ്രത്യേകിച്ച് ഒരു സ്ത്രീ എന്ന നിലയിൽ ഏറെ അഭിമാനിക്കുകയാണ്. ഇന്ന് ഈ യാത്രയിൽ സ്ത്രീകളുടെ മുഖത്തുള്ള സന്തോഷം കാണുമ്പോൾ അതിലേറെ നമുക്ക് സ്ത്രീകളെ സംബന്ധിച്ച്, അതായത് കുടുംബത്തിലുള്ള ഓരോ അംഗത്തെയും അംഗീകരിച്ചു എന്നതാണ് സ്ത്രീകൾക്കുള്ള ഏറ്റവും വലിയ അംഗീകാരമായി ഇതിനെ കാണുകയാണ്. വളരെയധികം സന്തോഷമുണ്ട് ഈ ഒരു സമയത്ത്. സൗജന്യയാത്രയെക്കുറിച്ച് എന്താണ് പറയാനുള്ളത്? സൗജന്യയാത്ര നമുക്ക് കേരളത്തിലെ സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും അഭിമാനകരമായൊരു പദ്ധതിയാണിത്. നമുക്കറിയാം, ദിവസേന ജോലിക്ക് പോകുന്ന സ്ത്രീകൾ ദിവസം 100-150 രൂപയാണ് ബസ് ഫെയറിന് വേണ്ടി ചെലവഴിക്കുന്നത്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഒരു നല്ലൊരു തുക മാസം തോറും മിച്ചം വെക്കാൻ വേണ്ടി അവർക്ക് സാധിക്കും. അത് അവരുടെ സാമ്പത്തിക ഭദ്രത ഉറപ്പുവരുത്തുന്നതാണ്. സ്ത്രീകൾക്ക് സൗജന്യമായി കിട്ടുന്നതിൻ്റെ ആനുകൂല്യം ലഭിക്കുന്നത് അവരുടെ കുടുംബത്തിനും കൂടിയാണ് എന്നുള്ള ഒരു ബോധ്യം കൂടി നമുക്ക് ഉണ്ടാവണം. ഏതായാലും സ്ത്രീകൾക്ക് ഒരു അംഗീകാരമായിട്ടാണ് നമ്മൾ ഇതിനെ കാണുന്നത്. എന്തായാലും ഈ സൗജന്യ യാത്ര അനുവദിച്ച UDF സർക്കാരിന് എല്ലാവിധ അഭിവാദ്യങ്ങളും അർപ്പിക്കുകയാണ്. ഞാൻ 20 വർഷത്തിൽ കൂടുതലായി ഡ്യൂട്ടിക്ക് പോകാൻ തുടങ്ങിയിട്ട്. അപ്പോൾ എപ്പോഴും കണ്ണൂരിൽ നിന്ന് അങ്ങോട്ട് പരിയാരം മെഡിക്കൽ കോളേജിലാണ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ 20 വർഷത്തിൽ കൂടുതൽ KSRTC തന്നെയാണ്, കൂടുതലും KSRTC യാത്ര തന്നെയാണ് പ്രിഫർ ചെയ്യാറ്. അപ്പോൾ ഇപ്പോൾ ഇങ്ങനെ ഒരു സർക്കാരിൻ്റെ തീരുമാനം ആദ്യം ഇന്ദിരാ ഗ്യാരണ്ടി പ്രഖ്യാപിച്ചതിൽ ഒരുപാട് സന്തോഷം തോന്നിയ ഒരു വിഷയമാണിത്. അപ്പോൾ ഇത് നടപ്പിലായ ഒരുപാട് സന്തോഷമുണ്ട്. യാത്ര ചെയ്യുന്നതിൽ ഒരുപാട് സന്തോഷമുണ്ട്. ഈ സർക്കാരിന് എല്ലാവിധ അഭിവാദ്യങ്ങളും അർപ്പിക്കുകയാണ്. നമ്മളെപ്പോലെ സ്ത്രീകൾക്ക് നമ്മുടെ ശമ്പളത്തിൽ നിന്ന് ഒരു ഭാഗം മെച്ചം പിടിക്കാൻ പറ്റുന്നൊരു പദ്ധതിയാണിത്. എല്ലാ സ്ത്രീകൾക്കും ഈ ഉപകാരം കിട്ടുമെന്ന് വിശ്വസിക്കുന്നു. My name is Sanagha, and we are in a proud moment that we know that our VDS Sarkar, the Kerala Sarkar, has implemented a new project, the free travel for ladies. We know that working ladies and other people has, we know our monthly expense for travel is a huge amount. By implementing this project, we can save those money. All congratulations to the Kerala Sarkar for implementing this project. ഇതിൽ ഒരുപാട് സന്തോഷമുണ്ട്. നമ്മുടെ VDS സർക്കാരിന് ഒരുപാട് അഭിവാദ്യങ്ങൾ അർപ്പിക്കുന്നു.